ഛായാമോ ധവളാവഗുണ്ഠണവതി തേജോമയീ നൈഷ്ഠികീ സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതി മന്ദസ്മിതശ്രീമുഖീ വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീ ശ്യാമാംഗീ മധുസിദ്ധസൂക്തിം അമൃതാനന്ദാത്മികാ ഈശ്വരീ ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്വചംഭൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം കൂജന്തം രാമ രാമേഭി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാം ശാഖാ വന്ദേ വാത്മീകികോകിലം. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. പവനസുതനോട് വിനയനയ സഹിതമാദരാൽ അപ്രച്ഛാത് നീ അയച്ചു വന്നു കവേ. നൃപസദസി കഥയ മമ സത്യം മഹാമതേ. നിന്നെ അയച്ചു വിടുന്നുണ്ടു നിർണയം. ഭയമഖിലമകതളിരിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കൊക്കുമീ സഭ പാർക്കനീ. ശരണമിതി ചരണകമലേ പതിച്ചിടൂ.
ശത്രുഭാവത്തെ തിരിച്ചു സന്തുഷ്ടനായി. കലുഷമനവധി ചടിതി ചെയ്തതെന്നാകിലും കാരുണ്യമീ വണ്ണമില്ല മറ്റാർക്കുമേ. രഘുപതി മനസ്സി കരുതുകിലവനു ഭൂതലേ, രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ. സനകമുഖമുനികൾ വചനങ്ങളതോർക്കെടു, സത്യം മയോക്തം വിരിഞ്ചാതി സംഗതം. ഓം അമൃതേശ്വരിയെ നമഃ. ഇതിഹാസ കാവ്യമായ രാമായണത്തിൽ ഹനുമാൻ രാവണ സന്നിധിയിൽ എത്തിച്ചേരുന്ന ഭാഗമാണ് ഇന്നിവിടെ പാരായണം ചെയ്തിരിക്കുന്നത്. ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിക്കപ്പെട്ട ഹനുമാനെ ഇന്ദ്രജിത്ത് രാവണ സന്നിധിയിൽ എത്തിക്കുന്നു. താൻ സർവ്വവ്യാപിയായ ഭഗവാൻ ശ്രീരാമന്റെ ദൂതനാണെന്നും സീതാദേവി അന്വേഷിച്ചാണ് ലങ്കയിലെത്തിയതെന്നും രാവണനോട് ഹനുമാൻ പറയുന്നു. ബന്ധനസ്ഥനെ പോലെ താൻ ഇവിടെ വന്നത് രാവണനോട് ചില കാര്യങ്ങൾ അറിയിക്കാനാണെന്നും ഹനുമാൻ പറയുന്നു. വിഷ്ണുവിനെ ഭജിച്ചാൽ ബുദ്ധിശുദ്ധി ഉണ്ടാകുമെന്നും അപ്പോൾ ശുദ്ധമായ ആത്മജ്ഞാനം ഉണ്ടാകുമെന്നും ഹനുമാൻ പറയുന്നു. പരമാത്മാവും പരബ്രഹ്മമൂർത്തിയും ലക്ഷ്മീപതിയുമായ ഭഗവാൻ ശ്രീരാമന് സീതാദേവിയെ സമർപ്പിച്ച് ശരണം നമസ്കരിക്കുക. ഇപ്രകാരമുള്ള പവനപുത്രന്റെ ഭാഷണം രാവണനെ കോപാകുലനാക്കുന്നു. വാനരന്മാർക്ക് വാലിനോടാണ് മമത എന്നതുകൊണ്ട് വാലിൽ വസ്ത്രം ചുറ്റി തീ കൊളുത്തി വിടുവാൻ രാവണൻ ആജ്ഞാപിക്കുന്നു. വാലിലെ തീ കൊണ്ട് വിഭീഷണന്റെ ഭവനമൊഴിച്ച് ബാക്കിയെല്ലാം ചുട്ടരിച്ച് സമുദ്രത്തിലേക്ക് ചാടി വാലിലെ തീ അണച്ച് സീതാദേവിയുടെ സമീപത്തേക്ക് ഹനുമാൻ എത്തുന്നു. സ്വന്തം ഹൃദയത്തിൽ സ്ഥിരമായിരിക്കുന്ന പരമാത്മാവായ രാമനെ ഭക്തിപൂർവ്വം ധ്യാനിക്കുക. രാമഭജനം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.